തരംഗ വിഴിഞ്ഞമല്ലാതെ നമുക്കിപ്പോൾ ഒരു റെസ്പോൺസ് കിട്ടാൻ വേറെ മികച്ച സ്ഥലമില്ല. സഞ്ജു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി ഇന്ത്യ ജയിച്ചു. ഇതിൽ പരം വേറെ ഒന്നും നമുക്ക് വേണ്ട. ശരിക്കും വലിയൊരു ആഘോഷമാണ് ഹരിവിടെ നടക്കുന്നത്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആണ്. ഒപ്പം തന്നെ അതിന്റെ പ്രതികരണം കൂടി നോക്കാം. ഇപ്പൊ ഇരട്ടി മധുരമാണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് വെറും 5 കളികൾ കളിച്ച് ഒരു വേൾഡ് കപ്പിൽ തന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് മാറി സഞ്ജുവേട്ടൻ. നല്ല സന്തോഷമുണ്ട് സഞ്ജുവേട്ടന്റെ കളി കാണാൻ. വീണ്ടും സഞ്ജുവേട്ടൻ വീണ്ടും 50 ഓവർ ഫോർമാറ്റിലും സ്ഥിരമായി T20 സഞ്ജുവിന്റെ തോളിലേറിയിട്ടാണ് കപ്പടിക്കുന്നത്. പിന്നെ അല്ലാതെ വെസ്റ്റ് ഇൻഡീസുമായിട്ട് പുറത്തു പോകാനുള്ള കളി അവിടെ നിന്ന് ജയിച്ചതാ ഇപ്പൊ രണ്ടാമത്തെ കിരീടം, തുടർച്ചയായ രണ്ടാമത്തെ പ്രാവശ്യം കിരീടം. ആദ്യമായിട്ട് T20 വേൾഡ് ലോകത്തിലെ തന്നെ ആദ്യമായിട്ട് 3 പ്രാവശ്യം കപ്പടിക്കുന്ന ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്തു. ബാക്ക് ടു ബാക്ക് ടൈറ്റിൽസ്. എങ്ങനെയുണ്ട് ഇപ്പോ ഒരു അധിക വിജയം കൂടിയാണ് ഇപ്പൊ സഞ്ജു. വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തുടർച്ച നല്ല ഫോമിലാണ്. അടുത്ത വേൾഡ് കപ്പിലും കൂടെ സഞ്ജു കാണുന്ന പ്രതീക്ഷിക്കും. 3 ഫോർമാറ്റിൽ സഞ്ജു വരണം, അത്രേ ഉള്ളൂ നമ്മൾ ആഗ്രഹം. വേറെ ആഗ്രഹമൊന്നുമില്ല. 3 ഫോർമാറ്റിൽ സഞ്ജു വരണം. ടെസ്റ്റിൽ വരണം, ഏകദിനത്തിൽ വരണം. 2020 ഓൾറെഡി ഉണ്ട്. 3 ഫോർമാറ്റിൽ സഞ്ജു കളിക്കണം. അതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആഗ്രഹം. കളിച്ചാ പോരാ, കപ്പ് എടുക്കും. കളിപ്പിച്ചാൽ പിന്നെ ഇന്ത്യ കപ്പടിച്ചു. സഞ്ജു, ഇതാണ് സഞ്ജു പുലി, സഞ്ജു പുലി, സഞ്ജു സിംഗം. അതാണ് ഇപ്പൊ കാണിച്ചത്. വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഇവിടെ ഹരി നടക്കുന്നത്. നമുക്കറിയാം ഇരട്ടി മധുരമാണ്. മലയാളി എന്നതിനപ്പുറത്തേക്ക് വിഴിഞ്ഞത്തുകാരൻ എന്നൊരു പ്രത്യേകതയും കൂടി ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. സൂപ്പർ സഞ്ജു, സൂപ്പർ. ഇപ്പോൾ മറ്റൊരു ഇരട്ടി മധുരം കൂടിയാണ് ഇപ്പോൾ പുതിയ എന്താ പറയാ 3 കളികളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. മാൻ ഓഫ് ദി ടൂർണമെന്റ് ആകുന്നു. എങ്ങനെ പ്രതികരിച്ചു വിജയത്തെ? പറയാൻ നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എങ്കിലും ഒരു മലയാളിയിലൂടെ നമുക്ക് വീണ്ടും ഒരു ലോകകപ്പ്, 2020 ലോകകപ്പ് നമ്മുടെ ഇന്ത്യക്ക് കിട്ടി. ചരിത്ര ആവർത്തനം. അതെ. ആഘോഷത്തിന്റെ രാത്രിയാണ് വിഴിഞ്ഞത്തുകാർക്ക് മാത്രമല്ല ഇന്ത്യയിൽ മൊത്തമായിട്ട്. കാരണം ലോകകപ്പ് കൂടിയാണ് നേടിയിരിക്കുന്നത്. അതിനൊരു വലിയൊരു ആഘോഷം. എങ്ങനെയുണ്ടായിട്ടാ സഞ്ജുവിന്റെ കളി? എങ്ങനെയുണ്ടായിരുന്നു? കളി നല്ല ഗംഭീരമായിരുന്നു. പ്രതീക്ഷിച്ചാണ് നന്നായിട്ട് ഇതിനെ കളിച്ച് നന്നായിട്ട്. പക്ഷെ ഈ കളി വേൾഡ് കപ്പിൽ അവൻ കളിച്ചുകാരനെങ്കിൽ ഇന്ത്യക്ക് കപ്പ് തന്നെ നഷ്ടപ്പെടേണ്ടത്. ആ വെസ്റ്റ് ഇൻഡീസിലും ഒറ്റ പോരാട്ടമാണ് ഇന്ന് ഈ സെമിയും ഫൈനലും അവനെ എത്തിച്ചത്. ആ കളിയിൽ അവൻ ഔട്ടായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ന് ഈ ഫൈനലും കാണത്തില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഇന്ന് ഈ വിഴിഞ്ഞത്തിന്റെ ഒരു അഭിമാനമാണ് അവൻ. വിഴിഞ്ഞത്തിന്റെ അല്ല, ഇന്ത്യയുടെ ഒരു അഭിമാനമാണ്. ഇന്ന് എവിടെ ചോദിച്ചാലും ഇന്ന് സഞ്ജുവിന്റെ പേര് ലോകം മൊത്തം അറിയപ്പെട്ടു കഴിഞ്ഞു ഈ ഒരു 3 മാച്ചോടുകൂടി. ഇതിനു മുമ്പിൽ നേരത്തെ യുവരാജ് ഇരുന്ന് ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുത്തു ഒറ്റയ്ക്ക്. കാരണം ഒരുപാട് 3-4 മാൻ ഓഫ് ദ മാച്ചെല്ലാം വാങ്ങിച്ചു. അന്ന് ആ താരം യുവരാജായിരുന്നു ആ വേൾഡ് കപ്പിൽ. ഇന്നത്തെ താരം നമ്മുടെ സഞ്ജുവാണ്. ഒരിക്കലും നമ്മൾ പഴയത് മറക്കരുത്. അതാരായിരുന്നാലും ശരിയല്ല. ഓക്കെ. കളി എന്താ പറയണ്ടേ, അവഗണനകൾ ഒരുപാട് നേരിട്ട് എന്താ പറയുക, നമ്മൾ സാറിന് പറഞ്ഞ രാഷ്ട്രീയ മലയാളി പറയുന്നത് കേരള അവഗണന നേരിടുന്ന കണക്ക് തന്നെ സഞ്ജുവിനോട് അവഗണന നേരിടേണ്ടി വന്നു. കേരള സ്റ്റോറി, റിയൽ കേരള സ്റ്റോറി കപ്പടിച്ച മലയാളി പയ്യൻ തന്നെ പരിഹസിച്ചു, പുച്ഛിച്ചു, തഴഞ്ഞു. അവിടെ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു, രക്ഷകനായി. ഇതുവരെയുള്ള വേൾഡ് കപ്പുകളിൽ മലയാളി സാന്നിധ്യമായിരുന്നെങ്കിൽ ഈ വേൾഡ് കപ്പിൽ മലയാളി കപ്പ് കൊണ്ടുവന്നു. ഇന്ത്യക്ക് വേണ്ടി മലയാളി കപ്പ് കൊണ്ടുവന്നു. ടൂർണമെന്റിന്റെ താരമായി, ടൂർണമെന്റ് തുടങ്ങുമ്പം എങ്ങും അല്ലാതിരുന്നവൻ ഇന്ന് ടൂർണമെന്റിന്റെ താരമായി, മലയാളികളുടെ അഭിമാനമായി, ഇന്ത്യയുടെ അഭിമാനമായി സഞ്ജു സാംസൺ. ഇതേപോലെ ഒരുപാട് താരങ്ങൾ ഇനിയും കേരളത്തിലുണ്ട്. ഓരോ അവസരങ്ങൾ വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. ഒരു വഴിവെട്ടിയിരിക്കുകയാണ് സഞ്ജു, അത് ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ഒരുപാട് നമുക്കിന്ന് കോൺഫിഡൻസ് ലെവലിലൂടെ വരാൻ പറ്റുമെന്ന് നമുക്ക് നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ ഒരു നാൾ നാം എത്തും. സൗഹൃദം വീക്ഷിക്കുകയാണ്. എങ്ങനെയുണ്ട് കളി? കൊള്ളാം. പിന്നെ നമ്മുടെ നാട്ടുകാരൻ സഞ്ജു സെഞ്ചുറി മിസ്സായതുകൊണ്ട് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ. ബാക്കി ഓവറോൾ കളി ഉണ്ടായിരുന്നു. പിന്നെ
പിന്നെ കപ്പടിച്ചു. ഓവറോൾ ടീം പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അപ്പോൾ കപ്പ് നമ്മളെ പിന്നെ നല്ലൊരു റൺ റേറ്റിൽ ജയിച്ചതും ഒരു ചരിത്രമാണ്. 250 ഏറ്റവും നല്ലൊരു T20 സ്കോർ എടുത്തു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സന്തോഷം. പിന്നെ കപ്പടിച്ചു. സഞ്ജു ടീമിലുണ്ട്. മച്ചാന്റെ വീഴ്ചകളിലൊക്കെ പോരാടി നല്ല രീതിയിൽ കളിച്ചു. സഞ്ജുവിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ശരിക്കും കപ്പടിക്കുന്നത്. സഞ്ജുവിന്റെ സപ്പോർട്ടിലാണ് ശരിക്കും കപ്പിലേക്ക് ഇന്ത്യ എത്തുന്നത്. ആളുടെ ക്വാർട്ടർ ഫൈനലത്തെ സെമി ഫൈനലത്തെ ഒക്കെ പെർഫോമൻസും പിന്നെ ഫൈനലില് ഓവറോൾ ആയിരുന്നു. കാരണം ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും അഭിഷേക് ശർമ്മ ആയാലും സഞ്ജു ആയാലും നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇഷാൻ കിഷൻ കളിച്ചു. ബുംറ നല്ല രീതിയിലായിരുന്നു. അതുകൊണ്ടൊരു ഓവറോൾ പെർഫോമൻസ് ആയിരുന്നു ഫൈനലിൽ. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സന്തോഷത്തിന്റെ രാത്രിയാണ്. എങ്ങനെയുണ്ട്? നല്ല ഒരു അനുഭവം. സഞ്ജുവിന് സെഞ്ചുറി കിട്ടാത്തതിന് മാത്രം ഒരു വിഷമമുള്ളൂ. സഞ്ജുവിന്റെ സപ്പോർട്ട് കൊണ്ട് ഇന്ത്യൻ ടീം ജയിച്ചു. ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. അതെ, നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് കളിച്ചു. നമുക്ക് കപ്പ് കിട്ടി. സന്തോഷം. അടിപൊളി കളി. തുടക്കം തൊട്ട് എങ്ങനെയുണ്ട് കളി? എങ്ങനെ വിലയിരുത്തുന്നു? എല്ലാവരും തന്നെ നന്നായിട്ട് കളിച്ചു. നമ്മള് അവരെ പോലെ അല്ലായിരുന്നു, ഓൾ ഔട്ട് അല്ലായിരുന്നു. നമ്മൾ 5 പേര് ഔട്ടായിട്ടുള്ളൂ. സഞ്ജു അത് അവര് പറഞ്ഞ പോലെ തന്നെ 89 റണ്ണ് 11 റണ്ണോടെ കിട്ടിയിരുന്നതിൽ സെഞ്ചുറി അടിച്ചേനെ. അതൊരു ചെറിയ സങ്കടമായി. പക്ഷെ അത്രയും പോരാടിയില്ലോ, അത് തന്നെ നല്ലത്. എങ്ങനെയാണ് സന്തോഷത്തിന്റെ ദിവസം? എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ഇന്നത്തെ വിജയം ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു വേളയിൽ എനിക്ക് പറയാനുള്ളത്, ഇത് ഇന്ത്യയുടെ വിജയമായിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുന്നത് തീർച്ചയായും ഇത് സഞ്ജു സാംസന്റെ ഒരു വിജയമാണ്. പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു പ്ലേയിങ് ലെവലിൽ കയറിയിട്ട് ഇന്ത്യ പുറത്താകുമെന്നുള്ളൊരു പ്രതിസന്ധിയിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റിയ ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ. അതിൽ വിജയത്താരെന്ന നിലയിൽ നമുക്ക് വലിയൊരു അഭിമാനമുണ്ട്. പിന്നെ സഞ്ജു നമ്മളെ പയ്യനായതുകൊണ്ട് അവൻ അടിക്കും, തീർച്ചയായിട്ടും കപ്പ് നമ്മൾ തിരിച്ചു പിടിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഈസി ആയിട്ട് നമ്മളത് എടുക്കുമെന്നുള്ള ഒരു ഇതില്ലായിരുന്നു. പക്ഷെ കോൺഫിഡന്റ് ഉണ്ടായിരുന്നു. കപ്പ് തീർച്ചയായിട്ടും നമ്മൾ തന്നെ എടുക്കുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. നമ്മുടെ പയ്യൻ അത് നോക്കി. സഞ്ജു വലിയ സമ്മർദ്ദത്തിലായിരുന്നു. കാരണം ആ സമയത്തും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി സഞ്ജു. അതെ, അതാണ് ആ ഒരു കോൺഫിഡന്റ് ആണ് പുള്ളിയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ തളർത്ത നിന്നപ്പോഴും പുള്ളിയുടെ ആ ഒരു ചെറുത്തുനിൽപ്പ് പുള്ളിയുടെ ഒരു വിജയത്തിന് അത് വലിയൊരു മുതൽക്കൂട്ടായി എന്ന് തന്നെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആ വിജയത്തിനൊരു അഹങ്കാരമോ അഹംഭാവമോ ഇല്ലാത്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് അതിനേക്കാളും ഭയങ്കര അഭിമാനം എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് സഞ്ജുവിന്. താങ്ക്സ്. കളി കാരണമായാലും ഇന്ത്യ ഇപ്പൊ കപ്പടിച്ചത്. പിന്നെ 3 കളിയും സൂപ്പറായിരുന്നു. പ്രതീക്ഷയെക്കാട്ടി ചേട്ടൻ സൂപ്പറായിട്ട് കളിച്ച്. ഇനിയുള്ള കളികൾ ചേട്ടൻ സൂപ്പറായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് വെച്ചിട്ട് കയറ്റായിരിക്കും. പിന്നെ ചേട്ടന്റെ കാര്യത്തിൽ ഇന്ത്യ ഇനിയും കയറും. ഞാൻ ഇനിയും അവസരം കണ്ട് കളിക്കും. ഉഷാറായിരുന്നു ചേട്ടന്റെ കളി, ഉഷാറായിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മാരകായിട്ടുള്ള കളി. നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്പുറം കളിച്ചിട്ടുണ്ട്. എന്നാലും ഇന്നൊരു സെഞ്ചുറി പ്രതീക്ഷിച്ചു, പക്ഷെ 50 അടിച്ചു. നല്ല ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എന്നാലും ഉഷാറായിരുന്നു കളി. ആ ചേട്ടാന്ന് വിഴിഞ്ഞത്തുകാർ വിളിക്കുമ്പോൾ അത് ഹൃദയം തൊട്ട് വിളിക്കുന്നത് പോലെ തന്നെയാണ്. സാരംഗ് അവിടെ നിന്ന് വീണ്ടും പ്രതികരണങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആജ്ഞയിലേക്കും കൂടി ഒന്ന് പോകുന്നു. ആജ്ഞ, എങ്ങനെയുണ്ട് അവിടുത്തെ ആഘോഷങ്ങൾ? നേരത്തെ നമ്മള് കളി തുടങ്ങിയപ്പോ ഇന്ത്യ ജയിക്കുമെന്ന് പറഞ്ഞിരുന്നത് ഇന്ത്യ എന്ന് മാറിയിട്ട് ഇന്ത്യ ഈക്വൽസ് സഞ്ജു എന്ന് മാറിയിട്ടുണ്ട്. സഞ്ജുവിനെ പറ്റി മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ. അത് തന്നെയാണ് ഇപ്പം വിഴിഞ്ഞത്തുനിന്ന് നമ്മൾക്ക് അത് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ സഞ്ജു ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവിടെയും ആളുകൾ അങ്ങനെ തന്നെയാണ് കൂടുതലും. എങ്ങനെയുണ്ടായിരുന്നു കളി? നമ്മളെന്തായാലും നല്ല കളിയായിരുന്നു കളിച്ചത്. നമ്മളെപ്പോഴും തോപ്പിക്കാറുണ്ടായിരുന്ന ന്യൂസിലായിരുന്നു. നമ്മള് ഫൈനലിൽ തന്നെ തീർത്ത് വിട്ടിട്ടുണ്ട്. എന്താ പറയാ, സഞ്ജുവിന്റെ പെർഫോമൻസ് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്നതായിരുന്നു. വൺസ് ടീമിൽ നിന്ന് ഡ്രോപ്പ് ആവണ ഒരു സിറ്റുവേഷനായിരുന്നു മറ്റേ കയറി വന്നത്. നമ്മുടെ സ്വന്തം ചേട്ടൻ ഓൾ ഓവർ ഇന്ത്യൻ ടീം അടിപൊളി തന്നെ കളിച്ചു. ശിവൻ ദൂബെ, അക്ഷർ പട്ടേൽ പറഞ്ഞ ടീം തന്നെ അടിപൊളി കളിച്ചു. മാൻ ഓഫ് ദ സീരീസ് തന്നെ എടുത്ത് മച്ചാൻ അടിപൊളി, സന്തോഷം. സഞ്ജു എല്ലാവരുടെയും പ്രിയപ്പെട്ട ചേട്ടനായി മാറുകയാണ്. സഞ്ജു മലയാളത്തിന്റെ പൊന്നോമന പുത്രനായി മാറുകയാണ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും സഞ്ജു സാംസൺ നേരത്തെ വിഴിഞ്ഞത്ത് ആരോ പറഞ്ഞതുപോലെ മലയാളി സാന്നിധ്യമായിരുന്നു ഇന്ത്യൻ ടീമിലെ. പക്ഷേ ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.